നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വലൻസിയയുടെ ഗോൾ കീപ്പറുമായി ഉണ്ടായ പ്രശ്നത്തിൽ വിനി ജൂനിയർക്ക് റെഡ് കാർഡ് കിട്ടിയിരുന്നല്ലോ. അദ്ദേഹത്തിന് 4 മത്സരങ്ങൾ വരെ വിലക്ക് ലഭിച്ചേക്കുമെന്നൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ലാലിഗ RFEF അറിയിക്കുന്നു. ആഹ് 2 മത്സരങ്ങളിലാണ് വിനി ജൂനിയർക്ക് വിലക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരാധകർക്കുള്ള സംശയം, അടുത്ത 2 മത്സരങ്ങൾ സൂപ്പർ കോപ്പ ഡി എസ്പാനയിലെ മത്സരങ്ങളാണ്. സെമി ഫൈനൽ മത്സരം നാളെ നടക്കുന്നു. മയോർക്കെതിരെയാണ് ആ കളി. അതിനുശേഷം ഒരു പക്ഷേ അവർ ഫൈനലിലേക്ക് എത്തിയ ഫൈനൽ മത്സരമുണ്ട്. ഈ മത്സരങ്ങൾ വിനി ജൂനിയർക്ക് കളിക്കാൻ കഴിയില്ലേ എന്നുള്ളതാണ് ചോദ്യം. എന്നാൽ ആ മത്സരങ്ങൾ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും. ലാലിഗയിലെ മത്സരങ്ങളാണ് അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരിക. ലാസ് പാൽമാസിനെതിരെയുള്ള ഹോം മത്സരവും റയൽ വയഡോയിഡിനെതിരെയുള്ള എവേ മത്സരവുമാണ് വിനി ജൂനിയർക്ക് സസ്പെൻഷൻ ഉള്ളത്. കൃത്യമായി പറഞ്ഞാൽ ലാസ് പാൽമാസിനെതിരെ ജനുവരി 19 രാത്രി 8:45 നടക്കുന്ന മത്സരവും അതിന് ശേഷം വലഡോയിഡിനെതിരെ ജനുവരി 26 പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 നടക്കുന്ന മത്സരവുമാണ് വിനി ജൂനിയർക്ക് സസ്പെൻഷൻ ഉള്ളത്. ഈ സസ്പെൻഷൻ കൂടാതെ ഫൈനും ഏർപ്പാടാക്കിയിട്ടുണ്ട്. ശിക്ഷയായിട്ട് കൊടുത്തിട്ടുണ്ട്. 700 യൂറോയാണ് വിനി ജൂനിയർക്ക് ഫൈൻ ഇട്ടിരിക്കുന്നത്. വിനി ജൂനിയർക്ക് 600 യൂറോയാണ്, റയൽ മാഡ്രിഡിന് 700 യൂറോയാണ്. അങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ശിക്ഷ വന്നിരിക്കുന്നത്. പക്ഷേ റയൽ മാഡ്രിഡ് എന്ത് തന്നെയാണെങ്കിലും ഇതിനെതിരെ അപ്പീലിന് പോകും എന്നാണ് മാർക്ക റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ആദ്യം വിനിയെ പ്രകോപിപ്പിച്ച് അദ്ദേഹത്തെ ടോൺ ചെയ്തത് വലൻസിയയുടെ ഗോൾ കീപ്പറാണ്. അത് ഒരു തരത്തിലും പരിഗണിച്ചിട്ടില്ല റഫറി എന്നുള്ളത് കൊണ്ട് ഈ വിഷയത്തിനെതിരെ റയൽ മാഡ്രിഡ് എന്തായാലും അപ്പീലിന് പോകും എന്നാണ് റിപ്പോർട്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.